3800 ജയിൽ തടവുകാരുടെ കൂലിയാണ് 10 ഇരട്ടി വർദ്ധിപ്പിച്ചത്. ഒരു ആവറേജ് ഒരു 550 രൂപ വെച്ച് 3800 പേരുടെ ഒരു വർഷത്തെ വേതനം എന്ന് പറയുന്നത് 76 കോടിക്ക് അടുത്ത് വരും. മാത്രമല്ല ഈ 10,000-കണക്കിന് തടവുകാരുടെ പാർപ്പിടം, വസ്ത്രം, വെള്ളം, വൈദ്യുതി, മരുന്ന്, ഭക്ഷണത്തിന് തന്നെ ഒത്തിരി രൂപയാവും. അപ്പം മൊത്തം ചിലവ് ചേർത്ത് കോടിക്കണക്കിന് രൂപ വരും. പ്ലസ് ഈ 76 കോടി ഇത് വേതനവും. അപ്പോൾ ഇത് മൊത്തം ചിലവ് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കില്ല. പകരം ജയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, ജയിലിൽ നിന്നുണ്ടാക്കുന്ന ചപ്പാത്തി, ചിക്കൻ കറി, മറ്റുള്ള സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എടുക്കുമെന്നാണ് പറയുന്നത്. 16 കോടിയുടെ വിറ്റുവരവുണ്ട്. 16 കോടിയുടെ വിറ്റുവരയിൽ നിന്ന് ഈ വേതനം കൊടുക്കുമെന്നാണ് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത്രയും ചിലവ് ഈ ജയിൽ വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് സംഭവിക്കുന്നത്, എത്ര കോടി രൂപയുടെ ലാഭമാണ് സർക്കാരിലേക്ക് എത്താതെ പോകുന്നത്. ഈ പിണറായി സർക്കാർ അധികാരത്തിലേക്കുന്നതിന് മുമ്പ് നടത്തിയ മോഹന വാഗ്ദാനങ്ങളിലൊന്നാണ് ഈ പെൻഷൻ 1500 നിന്ന് 2500 ഉയർത്തുന്നത്.